ചേട്ടാ എന്തേ ഇത് നോക്ക്, ഒരു ബാഗ് ഇരിക്കുന്നു. ദോണ്ട അവിടെ. അയ്യോ, അല്ല മറന്നു വെച്ചിട്ട് പോയതായിരിക്കും. ചേട്ടാ നമുക്ക് തുറന്നു നോക്കിയാലോ? എന്തരന് അതിന്റെ മോശമില്ല. ചിലപ്പോ അതിനകത്ത് പൈസ ആയിരിക്കും. പൈസ ആണെങ്കി ഇപ്പൊ എന്തര് തുറക്കാൻ പാടില്ല, ഓർമ്മയുള്ള സാധനമാണ്. ചിലപ്പോ ബോംബാണെങ്കിലോ? ഓച്ചേ, ഈ ബോംബെന്ന് പറഞ്ഞ ഒരു ദിവസം ഇവിടെ അടുക്കളയിൽ എന്താണ് പൊട്ടിത്തെറിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ? കുക്കർ. ഈ ബോംബ് എന്നാ വായിക്കാത്തല്ലോ മമ്മ ഇടിഞ്ഞ. ചേട്ടാ നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു, ഇതിന്റെ ഓണർ വരുമ്പോ തിരിച്ചു കൊടുക്കുന്നു. നമ്മളങ്ങനെ തിരിച്ചു കൊടുത്താലേ നമ്മുടെ പേര് പത്രത്തിൽ വരൂലേ? നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോളേ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം മിസ് ചെയ്താലേ നമ്മളുടെ പേര് പത്രത്തിൽ വരും. ഇങ്ങനെ നിൽക്കേണ്ട വരും കേട്ടാ. ഞാൻ നീയും കൂടെ അതുകൊണ്ട് മിണ്ടാതെ അകത്തുകൊണ്ടേ വെക്കുന്നു. അല്ലെങ്കിൽ വേണ്ട, ഒരു ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാം. ഫോട്ടോ എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ ഓണർ വരിക, തിരിച്ചെടുക്കുക. ഇട്ട് സെറ്റ്. ചേട്ടാ അങ്ങനാണെങ്കിൽ ഉറപ്പായിട്ടും തുറന്നു നോക്കണം. എന്തിന്? ഇപ്പൊ ഒരാള് ഈ ബാഗിന്റെ ഓണറാന്നും പറഞ്ഞ് വരിക. അയാള് പറയുന്നത് ഈ ബാഗിനകത്ത് കാശാണെന്ന്. അപ്പൊ നമ്മൾ അയാൾക്ക് ഇത് കൊടുത്തു വിടുന്നു, പ്രശ്നം കഴിഞ്ഞില്ലേ? അപ്പൊ അതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റ് ആണെങ്കിലോ? ചേട്ടാ ചേട്ടനിപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ, അപ്പൊ ആൾക്കാര് വരൂലേ? വരും. അപ്പൊ നമ്മൾ അറിയണ്ടേ ഇതിനകത്ത് എന്തുവാണെന്ന്? തന്നല്ലേ, അതാവുമ്പോ അവരുടെ നമുക്ക് തെളിവും കൊണ്ട് വരാനും പറയാം. സ്കൂളിൽ പോയില്ലെങ്കിലും ഒത്തിക്കര കുറവില്ല. എന്റെ അനിയത്തി തന്നെ. വാ വാ. തുറന്നോക്ക്. നോക്കാടി. ചേട്ടാ എന്നെക്കാണ് ആവശ്യമുണ്ടോ? സ്വർണ്ണ ബിസ്ക്കറ്റ്. കിട്ടിയാ സ്വർണ്ണ ബിസ്ക്കറ്റ്? ഇല്ല. ഇപ്പൊ ഇതിനകത്ത് വല്ലതും ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല. ഒരു തേങ്ങയില്ലാത്ത ബാഗ് യാവനോ കളഞ്ഞിട്ട് പോയത്. ഉമ്മ അതെ കൊണ്ട് എന്നെ കൊണ്ട് തൂക്കിച്ച് ഇവിടെ വരെ കൊണ്ടുവന്നു. അയ്യാ തുറക്ക. ഞാനതിരിക്കുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.